മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മൾ ഇനിയും നെക്സ്റ്റ് എടുക്കാൻ പോകുന്നത് യൂട്ടിലിറ്റി, ഡിമാൻഡ് ഫംഗ്ഷൻ, അതിനെപ്പറ്റി നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്മളുടെ ലാസ്റ്റ് പോർഷനാണ് ഈ ചാപ്റ്ററിൻ്റെ. യൂട്ടിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഉപയുക്തധർമ്മം, യൂട്ടിലിറ്റി ഫംഗ്ഷൻ അല്ലേ? ഉപയുക്തധർമ്മം അല്ലെങ്കിൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് എന്താ ഡെഫിനിഷൻ പറയുന്നത്? ഒരു മനുഷ്യൻ്റെ ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള അല്ലേ, മനുഷ്യൻ്റെ ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള ഒരു വസ്തുവിൻ്റെ കഴിവിനെയാണ് നമ്മൾ യൂട്ടിലിറ്റി അല്ലെങ്കിൽ യൂട്ടിലിറ്റി ഫംഗ്ഷൻ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. യൂട്ടിലിറ്റി എന്ന് പറയുന്നത് എന്താണെന്ന് പറയുന്നത് ഡെഫിനേഷൻ എന്താ? ദ പവർ ഓഫ് കമ്മോഡിറ്റി ടു സാറ്റിസ്ഫൈ ഹ്യൂമൻ വാണ്ട്സ്. എന്താ പറഞ്ഞേക്കുന്നത്? ഒരു മനുഷ്യൻ്റെ ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള എന്താ പറഞ്ഞേക്കുന്നത്? ആ വസ്തുവിൻ്റെ കഴിവിനെ ആണ് എന്തെന്ന് പറയുന്നത്? യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. നമ്മളൊരു സ്റ്റൗവോ എന്തെങ്കിലും ഒന്ന് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം? നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കണം ആ പ്രൊഡക്റ്റ്. അങ്ങനെയാണെങ്കിൽ ആ സ്റ്റൗവിൻ്റെ ആ കഴിവിനെ പറയുന്നതാണ് എന്ത് പറയുന്നത്? നമ്മളതിൽ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ, ആ പ്രൊഡക്റ്റ് വാങ്ങിയത് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ദാറ്റ് ഫംഗ്ഷൻ ഈസ് കോൾഡ് യൂട്ടിലിറ്റി ഫംഗ്ഷൻ. അപ്പോൾ നമുക്ക് ഒരുപാട് സാധനങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഡെയിലി യൂസസ് ആയിട്ട് വാങ്ങാറുണ്ട്. അല്ലാതെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കാറുണ്ട് അല്ലേ? അപ്പോൾ ഓരോ സാധനങ്ങൾക്കും നമ്മൾ ഓരോ മുൻഗണനയാണ് കൊടുക്കുന്നത് അല്ലേ? ഇപ്പോൾ റൈസിന് കൊടുക്കുന്ന മുൻഗണനയല്ല നമ്മൾ ക്ലോത്തിന് കൊടുക്കുന്നത് അല്ലേ? വസ്ത്രങ്ങൾക്ക് കൊടുക്കുന്നത്. നമുക്ക് എല്ലാ ദിവസവും നമ്മൾ ക്ലോത്ത് വാങ്ങുമോ അല്ലെങ്കിൽ വസ്ത്രങ്ങൾ വാങ്ങുമോ, തുണി വാങ്ങുമോ? ഇല്ല. നമ്മൾ റൈസ് എന്ത് ചെയ്യും? നമുക്ക് എല്ലാ ദിവസവും നമുക്ക് ആവശ്യമുള്ളൊരു സാധനമാണ്. റൈസ്, ടൊമാറ്റോ, ഒനിയൻ അങ്ങനെയുള്ള പ്രൊഡക്ട്സൊക്കെ നമുക്ക് എന്നും ആവശ്യമുള്ള സാധനങ്ങളാണ്. അപ്പോൾ അതിനായിരിക്കും നമ്മൾ കൂടുതലും എന്ത് ചെയ്യുന്നത്? മുൻഗണന കൊടുക്കുന്നത്. അതേപോലെ ഓയിൽ അല്ലേ, വെളിച്ചെണ്ണ, പാം ഓയിൽ, സൺഫ്ലവർ ഓയിൽ, അങ്ങനെയുള്ള ഓയിലുകൾക്ക് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? മുൻഗണന കൊടുക്കാറുണ്ട്. അങ്ങനെ മുൻഗണനാ പട്ടിക അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? സാധനങ്ങളെ തരംതിരിക്കുന്നതിനെ ആണ് എന്ത് പറയുക? യൂട്ടിലിറ്റി റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. ദ റെപ്രസെൻറ്റേഷൻ ഓഫ് പ്രിഫറൻസ് ഇൻ ടേംസ് ഓഫ് യൂട്ടിലിറ്റി നമ്പേഴ്സ് ഇസ് കോൾഡ് എന്താ? യൂട്ടിലിറ്റി ഫംഗ്ഷൻ ഓർ യൂട്ടിലിറ്റി റെപ്രസെൻറ്റേഷൻ. എന്താ യൂട്ടിലിറ്റി ഫംഗ്ഷൻ അല്ലെങ്കിൽ യൂട്ടിലിറ്റി റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്? നമ്മൾ ഓരോ നമുക്ക് മുൻഗണനയുള്ള സാധനങ്ങളെ നമ്മൾ എന്ത് ചെയ്യുന്നു? മുൻഗണനാ ക്രമം അനുസരിച്ച് എന്ത് ചെയ്യുന്നു? തരംതിരിച്ച് നമ്പർ കൊടുത്ത് എന്ത് ചെയ്യുന്നു? നമ്മൾ തരംതിരിച്ച് എഴുതുന്നു. അതിനെയാണ് എന്ത് പറയുക? യൂട്ടിലിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരു മാസത്തേക്ക് വീട്ടിലേക്കുള്ള സാധനങ്ങൾ എഴുതാൻ പറഞ്ഞാൽ നമ്മൾ ആദ്യം എഴുതുന്നത് എന്താ? സോൾട്ടാണ്, ഉപ്പാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അരി, പഞ്ചസാര അല്ലേ, തേയില, അങ്ങനെയാണ് ഓരോ മുൻഗണനാ ക്രമം അനുസരിച്ചായിരിക്കും നമ്മൾ സാധനങ്ങൾ എഴുതുന്നത്. ആ നമ്പറുകളെയാണ് യൂട്ടിലിറ്റി നമ്പർ എന്ന് പറയുന്നത്. ഇവിടെ കുറേ പറഞ്ഞിട്ടുണ്ട്. യൂട്ടിലിറ്റി റെപ്രസെൻറ്റേഷൻ ഓഫ് എന്താ? പ്രിഫറൻസസ്. Q2 എന്ന് പറയുന്നത് 40 യൂണിറ്റ്സ് എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഐസ്ക്രീം നമുക്ക് എത്ര 2 എണ്ണം വേണം അല്ലെങ്കിൽ 4 എണ്ണം വേണം, അതാണ് യൂട്ടിലിറ്റി റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ റൈസ് ആണെങ്കിൽ നമുക്കൊരു 40 കിലോ വേണം, അതാണ് യൂട്ടിലിറ്റി റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം അല്ലെങ്കിൽ കൺസ്യൂമേഴ്സ് എന്താ? ഒപ്റ്റിമം എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ ഒരു ഉപഭോക്താവിൻ്റെ സന്തുലിതാവസ്ഥ എന്ന് പറയുന്നത്. ഒരു ഉപഭോക്താവിന് ഏറ്റവും കൂടുതൽ സംതൃപ്തി ലഭിക്കുന്ന സാധനത്തിന് എന്തായിരിക്കും? ആ ഉപഭോക്താവിനുണ്ടാവും ഒരു ഇക്വിലിബ്രിയം കണ്ടീഷനിലെത്തിയെന്ന് അല്ലെങ്കിൽ സന്തുലിതാവസ്ഥയിലെത്തിയെന്ന് നമ്മൾ പറയുന്നത്. എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു ഉപഭോക്താവിന് ഏറ്റവും കൂടുതൽ സംതൃപ്തി ലഭിക്കുന്ന അവസ്ഥയാണ് എന്തെന്ന് പറയുന്നത്? കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. എന്താണ് കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്? എന്താ? എന്തിൻ്റെ ബേസിലാണ് നമ്മൾ കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം ഡിഫൈൻ ചെയ്യുന്നത്? ഇൻഡിഫറൻസ് കർവിൻ്റെ ബേസിലായിരിക്കും. ദ കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ പൊസിഷൻ ഓഫ് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ അല്ലേ? നമുക്ക് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ, ഒരു ഉപഭോക്താവിന് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന പരമാവധി അല്ലേ സംതൃപ്തി ലഭിക്കുന്ന അവസ്ഥയാണ് നമ്മൾ എന്ത് പറയുന്നത്? കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം എന്ത് ചെയ്യുന്നത്? റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അക്കോർഡിംഗ് ടു ഇൻഡിഫറൻസ് കർവ്, ഒരു ഇൻഡിഫറൻസ് കർവിൻ്റെ ബേസിൽ പറയുകയാണെങ്കിൽ എ കൺസ്യൂമേഴ്സ് അറ്റൈൻ ഇക്വിലിബ്രിയം at the point where the budget line is tangent to the indifference curve or MRS is equal to price ratio or slope of the difference. എന്താ പറഞ്ഞിരിക്കുന്നത്? കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം എവിടെയാണ് ഒരു കസ്റ്റമറിന് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ആ പോയിന്റിൽ ഒരു ടാൻജന്റ് എന്ന് പറയുന്നത്, നമ്മൾ ഈ കേർവിന് ടാൻജന്റ് വരയ്ക്കുക എന്ന് പറയുന്ന ഒരു കേർവ് ഉണ്ടെങ്കിൽ ആ കേർവിന് താഴെയായിട്ട് നമ്മൾ വരയ്ക്കുന്ന, ആ കേർവിനെ ടച്ച് ചെയ്തുകൊണ്ട് വരയ്ക്കുന്ന ലൈനെ നമ്മൾ എന്ന് പറയുന്നത് ടാൻജന്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ഗ്രാഫ് നോക്കുകയാണെങ്കിൽ നമുക്ക് രണ്ട് ഗുഡ് വണ്ണിൻ്റെയും ഗുഡ് ടുവിൻ്റെയും ഇൻഡിഫറൻസ് കർവാണ് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ പറഞ്ഞു ഏറ്റവും മാക്സിമം ഏതായിരിക്കും? IC3 ആയിരിക്കും ഏറ്റവും കൂടുതൽ വരുന്നത്. IC1 എന്തായിരിക്കും? ഏറ്റവും കുറഞ്ഞതായിരിക്കും. അപ്പോൾ ഇതെന്ന് പറയുന്ന IC3 എന്ന് പറയുന്നത് എന്തായിരിക്കും? സുപ്പീരിയർ ബണ്ടിലായിരിക്കും വരുന്നത്. വെച്ചാൽ ഒരു കസ്റ്റമേഴ്സിന് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ കിട്ടുമെങ്കിലും ആ കസ്റ്റമേഴ്സിന് അത് എന്ത് ചെയ്യാൻ പറ്റില്ല? അത് പർച്ചേസ് ചെയ്യാനുള്ള കഴിവ് ഉണ്ടായിരിക്കില്ല, വരുമാനം ഉണ്ടായിരിക്കില്ല. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെ ഇപ്പോൾ 1 കിലോഗ്രാം റൈസിൻ്റെയാണ് ഇൻഡിഫറൻസ് കർവ്. 1 കിലോഗ്രാം റൈസും 1 കിലോഗ്രാം വീറ്റുമാണ് ഇൻഡിഫറൻസ് കർവ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ 3 കിലോഗ്രാം റൈസും
എന്തായിരിക്കും 3 കിലോഗ്രാം വീറ്റിനെ ആയിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ബട്ട് ഇവിടെ എത്രയായിരിക്കാം, ഇവിടെ 10 കിലോഗ്രാം റൈസ് അല്ലെങ്കിൽ 10 കിലോഗ്രാം വീറ്റിനെ ആയിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത്രയും 10 കിലോഗ്രാം റൈസ് അല്ലെങ്കിൽ 10 കിലോഗ്രാം വീറ്റ് വാങ്ങാനുള്ള എന്താ പറയുക ഇൻകം അല്ലെങ്കിൽ വരുമാനം എന്തുണ്ടാവില്ല, ഒരു കസ്റ്റമറിന് ഉണ്ടാകില്ല. അപ്പോൾ അയാൾ ഏറ്റവും കൂടുതൽ മാക്സിമം സാറ്റിസ്ഫാക്ഷൻ കണ്ടുപിടിക്കുന്നത് എവിടെയായിരിക്കും, കണ്ടെത്തുന്നതായിരിക്കും IC2-ലായിരിക്കും എന്ത് ചെയ്യുന്നത്, മാക്സിമം സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുന്നത്. അങ്ങനെയാണെങ്കിൽ ഏത് പോയിന്റിലാണോ നമ്മൾ ഇൻഡിഫറൻസ് കർവിനെ ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ, ഒരു ടാൻജൻറ്റ് വരച്ചു കഴിഞ്ഞാൽ ആ ടാൻജൻറ്റിൽ ഏത് പോയിന്റിലാണോ x1ഉം x2ഉം ഈക്വലായിട്ട് വരുന്നത് ആ പോയിന്റിനെ പറയുന്ന പേരാണ് എന്താ, കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എന്തിന് ഈക്വൽ ആയിരിക്കും, പ്രൈസ് റേഷ്യോസ് ഈക്വൽ ആയിരിക്കും അല്ലേ. കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം എന്തിന് ഈക്വൽ ആയിരിക്കും, Δx2 ഡിവൈഡഡ് ബൈ Δx1 ഇസ് ഈക്വൽ ടു -P1 ബൈ എന്തായിരിക്കും, P2-ന് ഈക്വൽ ആയിരിക്കും, പ്രൈസ് റേഷ്യോയ്ക്ക് ഈക്വൽ ആയിരിക്കും. ഇത് എന്തിന് ഈക്വലാ, MRSന് മാർജിനൽ അല്ലേ, ഇതിന് എന്തായിരിക്കും സബ്സ്റ്റിറ്റ്യൂഷൻ എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ x1 സ്റ്റാറിലും x2 സ്റ്റാറിലും ആയിരിക്കും ഒരു കൺസ്യൂമർ എന്ത് ചെയ്യുന്നത്, മാക്സിമം സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്തുന്നത്. ഏത് ഗുഡ്സിലായിരിക്കും, x1 സ്റ്റാറിലും x2 സ്റ്റാറിലും, അതായത് 3 യൂണിറ്റ്സ് ഓഫ് റൈസിലും 3 യൂണിറ്റ്സ് ഓഫ് എന്താ വീറ്റിലും ആയിരിക്കും ഒരു കൺസ്യൂമർ എന്ത് ചെയ്യുന്നത്, മാക്സിമം സാറ്റിസ്ഫാക്ഷൻ എത്തുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റിനെ പറയുന്ന പേരാണ് കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. അപ്പോൾ കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് എന്താ, നമ്മളൊരു ഇൻഡിഫറൻസ് കർവിൻ്റെ ബേസിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ ഒരു കൺസ്യൂമേഴ്സിന് മാക്സിമം ഇക്വിലിബ്രിയം അല്ലെങ്കിൽ മാക്സിമം സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത് ഏത് പോയിന്റിലായിരിക്കും, ബഡ്ജറ്റ് ലൈൻ ടാൻജൻറ്റ് ടു ദ ലൈൻ ആയിരിക്കും. അതായത് എന്തിന് ഈക്വൽ ആയിരിക്കും, പ്രൈസ് റേഷ്യോയ്ക്ക് ഈക്വൽ ആയിരിക്കും. അവിടെ x1 സ്റ്റാറിലും x2 സ്റ്റാറിലും എന്തായിരിക്കും, മാക്സിമം സാറ്റിസ്ഫാക്ഷൻ കിട്ടും. ഓക്കെ, ഈ MRS എന്തിന് ഈക്വൽ ആയിരിക്കും, സ്ലോപ്പ് ഓഫ് ദ ബഡ്ജറ്റ് ലൈന് ഈക്വൽ ആയിരിക്കും. ഇതാണ് കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയത്തിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ മാക്സിമം ഒരു കൺസ്യൂമർ ചൂസ് ചെയ്യുന്ന ബണ്ടിൽ എന്ന് പറയുന്നത് എന്തായിരിക്കും, മാക്സിമം സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത് x1 സ്റ്റാറും x2 സ്റ്റാറും എന്ന് പറയുന്ന ഒരു മാക്സിമം സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ആ ബണ്ടിലായിരിക്കും ഒരു കൺസ്യൂമർ എന്ത് ചെയ്യുന്നത്, ചൂസ് ചെയ്യുന്നത്. ഇതിൽ അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് ഡിമാൻഡ്, എന്താണ് പഠിക്കാറ്. എന്തായിരിക്കും ഡിമാൻഡ് അല്ലെങ്കിൽ ചോദനം എന്നാണ് മലയാളത്തിൽ പറയുന്നത്. ഡിമാൻഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും, വാട്ട് ഈസ് ഡിമാൻഡ്? നമ്മൾ പറയാണ്ടോ, വലിയ ഡിമാൻഡാന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ. എന്താ, നമ്മളുടെ ഒരു ആഗ്രഹത്തെ, നമുക്ക് എന്തെങ്കിലും ഒരു സാധനം വാങ്ങാനുള്ള ആഗ്രഹത്തെ ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡിമാൻഡ് അല്ലെങ്കിൽ ചോദനം എന്നുകൊണ്ട് പറയുന്നത്. എന്താണ്, ഒരു സാധനം ഒരു ഉപഭോക്താവിന് വാങ്ങാനുള്ള ആഗ്രഹത്തെ ആണ് എന്തെന്ന് പറയുന്നത്, ഡിമാൻഡ് എന്ന് പറയുന്നത്. ഡിമാൻഡ് എന്ന് പറയുന്നത് എന്താ, ഡിമാൻഡ് എ കൺസ്യൂമേഴ്സ് ഡിസേർവ് ടു ബൈ എ ഗുഡ് ഈസ് യൂഷ്വലി കൺസിഡേർഡ് ആസ് എന്താ, ഡിമാൻഡ്. ഒരു കൺസ്യൂമറിന് ഒരു സാധനം വാങ്ങാനുള്ള ആഗ്രഹത്തെ ആണ് എന്തെന്ന് പറയുന്നത്, ഡിമാൻഡ് എന്ന് പറയുന്നത് അല്ലേ. ഇപ്പം എനിക്കൊരു കാറ് വാങ്ങാനുള്ള ആഗ്രഹമുണ്ട്, ആഗ്രഹത്തിന് നമ്മൾ എന്ത് പറയും, ഡിമാൻഡ് എന്ന് പറയുന്നു. പക്ഷേ എനിക്ക് ആഗ്രഹം ഉണ്ടായിട്ട് കാര്യമുണ്ടോ, അത് വാങ്ങാനുള്ള കഴിവും ഉണ്ടാകണം, സന്നദ്ധനുമായിരിക്കണം. വേണ്ടേ, ഒരു പ്രൊഡക്റ്റ് ഞാൻ വാങ്ങാനുണ്ടായിരിക്കണം, എനിക്കതിനുള്ള കഴിവും ഉണ്ടായിരിക്കാൻ, ക്യാഷും ഉണ്ടാകണം, പിന്നെന്താ, എനിക്ക് സന്നദ്ധനായിരിക്കണം. എൻ്റെ കയ്യിൽ കാശുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യുന്നില്ല, കാറ് വാങ്ങണില്ല, ആഗ്രഹം ഉണ്ടായിട്ടും എന്ത് ചെയ്യുന്നില്ല, വാങ്ങണില്ല, എങ്കിൽ അതിനെ ഡിമാൻഡ് എന്ന് പറയാൻ പറ്റില്ല അല്ലേ. അപ്പം ഡിമാൻഡ് എന്ന് പറയുന്നത് എന്തായിരിക്കണം, ഡിമാൻഡ് ഈസ് ഡിസയർ ബാക്ക്ഡ് ബൈ വില്ലിങ്നെസ് ടു പേ ആൻഡ് എബിലിറ്റി ടു പേ. എന്തായിരിക്കണം, വില്ലിങ്നെസ് ടു പേ ആൻഡ് എബിലിറ്റി ടു പേ. എന്താ പറഞ്ഞേക്കുന്നത്, അയാൾക്ക് ആഗ്രഹം ഉണ്ടായ കാരണം ഉണ്ടോ, ആഗ്രഹം ഉണ്ടായിട്ട് കാര്യമുണ്ടോ, ഇല്ല. ആഗ്രഹത്തോടൊപ്പം എന്തുമായിരിക്കണം, വാങ്ങാനുള്ള കഴിവും ഉണ്ടാകണം, സന്നദ്ധനുമായിരിക്കണം. എന്തായിരിക്കണം, വാങ്ങാനുള്ള കഴിവും ഉണ്ടാകണം, സന്നദ്ധനുമായെങ്കിൽ മാത്രമേ ആ സാധനം അല്ലേ, അതിനെ എന്ത് പറയുന്നത്, ഒരു സാധനം വില കൊടുത്ത് വാങ്ങാനുള്ള കഴിവ് അല്ലേ, പിന്നെന്താ പറഞ്ഞേക്കുന്നത്, സന്നദ്ധ എന്നിവയുടെ പിൻബലത്തോട് കൂടിയ ഒരു ഉപഭോക്താവിൻ്റെ ആഗ്രഹത്തെ ആണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിമാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിമാൻഡ് ഈസ് ഡിസേർവ് ബാക്ക്ഡ് ബൈ വില്ലിങ്നെസ് ടു പേ ആൻഡ് എബിലിറ്റി ടു പേ. അപ്പോൾ ആഗ്രഹം എന്താ പറഞ്ഞേക്കുന്നത്, ഒരു സാധനം ഒരു ഉപഭോക്താവ് വാങ്ങുമ്പോൾ ആ വാങ്ങാനുള്ള ആഗ്രഹത്തിന് എന്തുണ്ടാകണം, അയാൾ സന്നദ്ധനുമായിരിക്കണം, അതിനുള്ള കഴിവുമുണ്ടെങ്കിൽ മാത്രമേ അതിനെ ഡിമാൻഡ് എന്ന് പറയുന്നുള്ളൂ. നെക്സ്റ്റ് നമുക്ക് ഡിമാൻഡ് ഫോർ എ കമ്മോഡിറ്റി. എന്താ പറഞ്ഞിരിക്കുന്നത്, ഒരു സാധനത്തിൻ്റെ ചോദനം അല്ലേ, അല്ലെങ്കിൽ ഒരു ചരക്കിൻ്റെ ചോദനം എന്ന് പറയുന്നത് എന്താ പറഞ്ഞിരിക്കുന്നത്, ഡിമാൻഡ് ഫോർ എ കമ്മോഡിറ്റി ഈസ് ദ ക്വാണ്ടിറ്റി ഓഫ് കമ്മോഡിറ്റി ദാറ്റ് എ കൺസ്യൂമർ ഈസ് വില്ലിംഗ് ടു ബൈ ഇൻ എ ഗിവൺ പീരീഡ് ഓഫ് ടൈം അറ്റ് എ ഗിവൺ പ്രൈസ്. എന്താ പറഞ്ഞിരിക്കുന്നത്, ഒരു നിശ്ചിത വിലയ്ക്ക് ഒരു നിശ്ചിത കാലയളവിൽ എന്ത് ചെയ്യണം, ഒരു ഉപഭോക്താവ് അല്ലേ, ഉപഭോക്താക്കൾ എന്താ പറഞ്ഞിരിക്കുന്നത്, മാർക്കറ്റിൽ നിന്ന് വാങ്ങാൻ തയ്യാറായുള്ള സാധനത്തിൻ്റെ അളവിനെ ആണ് എന്തെന്ന് പറയുന്നത്, ഡിമാൻഡ് ഫോർ എ കമ്മോഡിറ്റി എന്ന് പറയുന്നത്. എന്താണ് ഡിമാൻഡ് ഫോർ എ കമ്മോഡിറ്റി എന്ന് പറയുന്നത്, എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്, ഒരു ഗിവൺ പീരീഡ് ഓഫ് ടൈമിൽ അല്ലേ, ഒരു നിശ്ചിത കാലയളവിൽ എന്താ പറഞ്ഞിരിക്കുന്നത്,
ഒരു നിശ്ചിത വിലയ്ക്ക് ഒരു നിശ്ചിത കാലയളവ്, ഗിവൺ പ്രൈസിൽ ഗിവൺ പീരീഡ് ഓഫ് ടൈമിൽ ഒരു നിശ്ചിത വിലയ്ക്ക് ഒരു നിശ്ചിത കാലയളവിനുള്ളിൽ ഉപഭോക്താക്കൾ കമ്പോളത്തിൽ നിന്ന് അല്ലെ വാങ്ങാൻ തയ്യാറുള്ള സാധനത്തിന്റെ അളവിനെ ആണ് എന്തെന്ന് പറയുന്നത് ഡിമാൻഡ് ഫോർ എ കമ്മോഡിറ്റി എന്ന് പറയുന്നത്. രണ്ട് ടൈപ്സ് ഓഫ് ഡിമാൻഡാണുള്ളത്. ഇൻഡിവിജ്വൽ ഡിമാൻഡുമുണ്ട്, ഹൗസ് ഹോൾഡ് ഡിമാൻഡുമുണ്ട്. അതുകൊണ്ട് ഇൻഡിവിജ്വൽ ഡിമാൻഡുമുണ്ട്, ഹൗസ് ഹോൾഡ് ഡിമാൻഡുമുണ്ട്. ഇൻഡിവിജ്വൽ ഡിമാൻഡ് എന്ന് പറയുന്നത് ഓരോ വ്യക്തിക്കും അവരുടെ ആഗ്രഹങ്ങൾ എന്തായിരിക്കും വ്യത്യസ്തമായിരിക്കും. ഇപ്പോൾ എനിക്കൊരു കാർ വാങ്ങാനാണ് ആഗ്രഹമെങ്കിൽ എൻ്റെ നെയ്ബറിന് എന്തായിരിക്കാം ഒരു ലാപ്ടോപ്പ് വാങ്ങാനായിരിക്കും ആഗ്രഹം, അല്ലെങ്കിൽ മൊബൈൽ വാങ്ങാനായിരിക്കും ആഗ്രഹം. അതാണ് ഇൻഡിവിജ്വൽ ഡിമാൻഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നുവെച്ചാൽ individual demand can be defined as the quantity of commodity that an individual consumer is willing to buy from the market in a given period of time at a given price. എന്താണെന്ന് ഒരു നിശ്ചിത വിലയ്ക്ക് ഒരു നിശ്ചിത കാലയളവിൽ അല്ലെ ഉപഭോക്താക്കൾ അതെന്ന് വെച്ചാൽ ഒരു വ്യക്തി കമ്പോളത്തിൽ നിന്ന് എന്താ പറയുക വാങ്ങാൻ തയ്യാറുള്ള സാധനത്തിന്റെ അളവിനെ ആണ് എന്തെന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ഡിമാൻഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ ഇപ്പം നമ്മൾ ഓണം, വിഷു അങ്ങനെയുള്ള ഫെസ്റ്റിവൽസ് ഒക്കെ വരുന്ന, ക്രിസ്മസ് അങ്ങനെയുള്ള ഫെസ്റ്റിവൽസ് ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് കുറേ ഓഫേഴ്സ് കിട്ടും. അപ്പോൾ ഓഫേഴ്സ് കിട്ടുമ്പോൾ നമ്മൾ ആ സമയത്തായിരിക്കും ആ സാധനം എന്ത് ചെയ്യുന്നത് വാങ്ങുന്നത്. ഇപ്പോൾ കാറായാലും ടി വി ആയാലും ഫ്രിഡ്ജായാലും മൊബൈലായാലും ലാപ്ടോപ്പ് ആയാലും അതാണ് ഇൻഡിവിജ്വൽ ഡിമാൻഡ് എന്ന് പറയുന്നത്. ഗിവൺ പ്രൈസിൽ ഗിവൺ പീരീഡ് ഓഫ് ടൈമിൽ അല്ലെ ഒരു ക്വാണ്ടിറ്റി ഓഫ് കമ്മോഡിറ്റി എന്ത് ചെയ്യണം ഒരു ഇൻഡിവിജ്വൽ കസ്റ്റമർ വാങ്ങാൻ തയ്യാറായിട്ടുള്ള അയാളുടെ ആഗ്രഹത്തെയാണ് എന്തെന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ഡിമാൻഡ് എന്ന് പറയുന്നത്. ഈ ഹൗസ് ഹോൾഡ് ഡിമാൻഡ് ഉണ്ടാവും. ഹൗസ് ഹോൾഡ് ഡിമാൻഡ് എന്ന് പറയുന്നത് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന സാധനങ്ങളായിരിക്കും എന്താ ഹൗസ് ഹോൾഡ് ഡിമാൻഡ് എന്ന് പറയുന്നത്. റൈസ്, വീറ്റ്, ഓയിൽ അല്ലെ, ടൊമാറ്റോ, ഓണിയൻ, പൊട്ടറ്റോ, വെജിറ്റബിൾസ്, പിന്നെന്താ ഫ്രൂട്ട്സ് ഐറ്റംസ്, പിന്നെ എന്തെങ്കിലും അതുമായിട്ടുള്ള അങ്ങനെയുള്ള സാധനങ്ങൾ, അതിനെയാണ് നമ്മൾ ഹൗസ് ഹോൾഡ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഹൗസ് ഹോൾഡ് ഡിമാൻഡ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ ക്വാണ്ടിറ്റി ഓഫ് കമ്മോഡിറ്റി that a household is willing to buy from the market in a given period of time at a given price. എന്താ പറയുന്നത് നമ്മളിപ്പോൾ സാധനങ്ങൾ ഒരു വീട്ടിലേക്കുള്ള സാധനങ്ങൾ അല്ലേ എടുക്കുന്നൊന്നെങ്കിൽ മാസത്തിലായിരിക്കാം, അല്ലെങ്കിൽ എന്തായിരിക്കാം വീക്കിലായിരിക്കാം, അല്ലെങ്കിൽ ഡെയിലി ആയിരിക്കാം വാങ്ങുന്നത്. അതുകൊണ്ട് ഗിവൺ പീരീഡ് ഓഫ് ടൈമിൽ ഒരു ഗിവൺ പ്രൈസ് കൊടുത്ത് നമ്മൾ ഹൗസ് ഹോൾഡ് ഐറ്റംസ് അല്ലെ ദൈനംദിന സാധനങ്ങൾ വാങ്ങാനുള്ള കഴിവിനെ ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഹൗസ് ഹോൾഡ് ഡിമാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഡിവിജ്വൽ ഡിമാൻഡ് എന്ന് പറയുമ്പോൾ ഇൻഡിവിജ്വൽ മാർക്കറ്റിൽ പോയി ഒരു വ്യക്തി എന്ത് ചെയ്യുന്ന മാർക്കറ്റിൽ പോയി അയാളുടെ അല്ലെ ആഗ്രഹത്തിനനുസരിച്ച് ഒരു ഗിവൺ പീരീഡ് ഓഫ് ടൈമിൽ ഗിവൺ പ്രൈസിൽ വാങ്ങുന്നതാണ് ഇൻഡിവിജ്വൽ ഡിമാൻഡ്. നമ്മളുടെ വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു നമ്മൾ വാങ്ങുന്ന അല്ലെ വാങ്ങാൻ ആഗ്രഹിക്കുന്ന സാധനങ്ങളുടെ അളവിനെയാണ് എന്ന് പറയുന്നത് ഹൗസ് ഹോൾഡ് ഡിമാൻഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഡിമാൻഡ് ഫംഗ്ഷൻ. ഇപ്പോൾ ഡിമാൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഏതൊക്കെ തമ്മിലുള്ള റിലേഷൻ ആയിരിക്കും? ഇറ്റ്സ് ദ റിലേഷൻ ബിറ്റ്വീൻ പ്രൈസ് അല്ലെ ആൻഡ് എന്താണ് നയിക്കുന്നത് functional relationship between demand and determinants of demand is called a demand function. എന്താ പറഞ്ഞിരിക്കുന്നത് ഡിമാൻഡും ഡിമാൻഡിനെ എന്താ പറഞ്ഞിരിക്കുന്നത് കണ്ടുപിടിക്കുന്നത് ഡിമാൻഡിനെ എന്ത് ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളും തമ്മിലുള്ള ഫംഗ്ഷനിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് എന്ന് പറയുന്നത് ഫംഗ്ഷണൽ റിലേഷൻഷിപ്പ്. ഇത് തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയാണ് പറയുന്നത് ഡിമാൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ദ ഫംഗ്ഷണൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഏതൊക്കെയാ ഫംഗ്ഷണൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിമാൻഡ് ആൻഡ് പിന്നെന്താ പറഞ്ഞിരിക്കുന്നത് ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡ് അല്ലേ. അതായത് അതിനെന്താ ഒരു ഡിമാൻഡിനെയും അതിനെ നിർണ്ണയിക്കുന്ന ഘടകങ്ങളും തമ്മിലുള്ള ബന്ധത്തെ ആണ് നമ്മൾ എന്ത് പറയുന്നത് ഡിമാൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഡിമാൻഡിനെ നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നത് എന്തൊക്കെയായിരിക്കും? പ്രൈസ് അല്ലേ ഒരു ഡിമാൻഡിനെ എന്ത് ചെയ്യുന്നുണ്ട് നിർണ്ണയിക്കുന്ന ഘടകങ്ങളാണ്. ഡിറ്റർമിനൻസ് ഓഫ് ഫാക്ടേഴ്സ് ആണ് അല്ലേ. പിന്നെന്താ പറഞ്ഞിരിക്കുന്നത് പ്രൈസ് മാത്രമേ ഉള്ളൂ. പിന്നെന്താ ഇൻകം ഓഫ് ദ കൺസ്യൂമർ കൺസ്യൂമേഴ്സിൻ്റെ എന്താ വരുമാനം. നെക്സ്റ്റ് എന്താ ഒരു ബന്ധപ്പെട്ട അല്ലെ അതുമായിട്ട് ബന്ധപ്പെട്ട സാധനത്തിൻ്റെ വില അല്ലേ. എന്തൊക്കെയാ പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി, ഇൻകം ഓഫ് ദ കൺസ്യൂമർ, പ്രൈസ് ഓഫ് ദ റിലേറ്റഡ് കമ്മോഡിറ്റീസ് അതിനുമായിട്ട് റിലേറ്റ് ചെയ്ത കമ്മോഡിറ്റീസിൻ്റെ പ്രൈസ് ബന്ധപ്പെട്ട സാധനങ്ങളുടെ വില, പ്രൈസ് ഓഫ് റിലേറ്റഡ് കമ്മോഡിറ്റീസ്, പിന്നെന്താ ആൻഡ് ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഓഫ് ദ കൺസ്യൂമർ. എന്താ പറയുക താല്പര്യവും പിന്നെ അതിനുള്ള അഭിരുചിയും അല്ലേ. ഓരോ കൺസ്യൂമേഴ്സിനും ഓരോ സാധനങ്ങളും വാങ്ങുന്നതായിരിക്കും അയാളുടെ ടേസ്റ്റ് അല്ലെങ്കിൽ അഭിരുചി അനുസരിച്ചായിരിക്കും എന്ത് ചെയ്യുന്ന സാധനങ്ങൾ വാങ്ങുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ ഡിമാൻഡ് ഫംഗ്ഷൻ എന്തൊക്കെ തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്? ഡിമാൻഡ് ആൻഡ് ഡിറ്റർമിനൻസ് ഓഫ് ദി എന്താ ഡിമാൻഡ്. ഡിമാൻഡ് എന്ന് പറയുന്ന ചോദനവും അതിനെ നിർണ്ണയിക്കുന്ന ഘടകങ്ങളും അല്ലേ.
തമ്മിലുള്ള ബന്ധത്തെ ആണ് എന്തെന്ന് പറയുന്നത് ഡിമാൻഡ് ഫംഗ്ഷൻ അല്ലെങ്കിൽ ചോദന ധർമ്മം എന്ന് പറയുന്നത്. ഇത് എന്തിനൊക്കെ ആയിരിക്കും ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡിനെ ഡിറ്റർമിൻ ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? പ്രൈസ് ഓഫ് ദ പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി അല്ലെ, ഒരു സാധനത്തിൻ്റെ വില, പിന്നെ ഇൻകം ഓഫ് ദ കൺസ്യൂമർ, പ്രൈസ് ഓഫ് ദ റിലേറ്റഡ് കമ്മ്യൂണിറ്റി അല്ലെ, അതുമായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങളുടെ വില, പിന്നെന്താ പറഞ്ഞിരിക്കുന്നത് ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഓഫ് ദി കൺസ്യൂമർ. എന്താ പ്രൈസ് ഓഫ് റിലേറ്റഡ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്? നമ്മളൊരു കാറ് വാങ്ങി അല്ലേ, കാറ് വാങ്ങിയാൽ നമുക്ക് എന്ത് ചെയ്യണം? കാറ് വെറുതെ വാങ്ങിച്ചിട്ടാ കാറ് ഉള്ളൂ? ഇല്ല, നമുക്ക് അതിനെന്താ അതുമായിട്ട് പെട്രോൾ അടിക്കണം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഡീസൽ അടിക്കണം. അതാണ് പ്രൈസ് ഓഫ് റിലേറ്റഡ് കമ്മോഡിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആഗ്രഹം കൊണ്ട് എന്ത് ചെയ്തൊരു കാറ് വാങ്ങിയാൽ നമുക്കത് ഓടിച്ച് നിർത്തിക്കൊണ്ട് നടത്തണമെങ്കിൽ എന്ത് വേണം? പെട്രോൾ വേണ്ടേ? അതാണ് പ്രൈസ് ഓഫ് റിലേറ്റഡ് കമ്മോഡിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതും എന്താ പറഞ്ഞിരിക്കുന്നത്? ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. നമ്മുടെ ഡിമാൻഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടറാണ് പ്രൈസ് ഓഫ് റിലേറ്റഡ് കമ്മ്യൂണിറ്റി. അത് മാത്രമല്ല ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഓഫ് ദ കൺസ്യൂമർ. ഓരോ കൺസ്യൂമറിനും ഡിഫറെൻറ്റ് ടേസ്റ്റ് ആയിരിക്കും, പ്രിഫറൻസ് ആയിരിക്കും അല്ലേ. പല കമ്പനിയിലുള്ള മൊബൈൽ ഫോൺസ് അവൈലബിൾ ആണ്. എല്ലാവരും സാംസങ്ങിൻ്റെ അല്ലെങ്കിൽ വിവോയുടെ ഫോണാണോ വാങ്ങുന്നത്? അല്ല, ഓരോ കൺസ്യൂമറും ഇപ്പോൾ നിരത്തിൽ നമ്മുടെ മാർക്കറ്റിൽ ഡിഫറെൻറ്റ് കമ്പനിയിലുള്ള മൊബൈൽ ഫോണുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇറങ്ങുന്നുണ്ട്. എന്തൊക്കെയുണ്ട്? സാംസങ് ഉണ്ട്. ചില കൺസ്യൂമേഴ്സ് എന്ത് ചെയ്യുന്നു? സാംസങ്ങിൻ്റെ മൊബൈൽ വാങ്ങും. ചില കൺസ്യൂമേഴ്സ് ഓപ്പോയുടെ വാങ്ങും, വിവോയുടെ വാങ്ങും, എ+ൻ്റെ വാങ്ങും, ലെനോവോയുടെ വാങ്ങും. അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എന്ത് ചെയ്യുന്നു കമ്പനിയുണ്ട്. അപ്പോൾ ഒരു കൺസ്യൂമറിൻ്റെ ടേസ്റ്റും പ്രിഫറൻസും അനുസരിച്ചായിരിക്കും അവരെന്ത് ചെയ്യുന്ന സാധനങ്ങൾ വാങ്ങുന്നത്. ഓക്കെ.